Students, let us continue with the topic USB. Now the different data transfer types or data transfer modes which are used in USB bus standard. Okay, this is a university question asked in April 2018 question paper. Now here USB can support 4 data transfer types or transfer mode which are listed below: control, isochronous, bulk and interrupt. Let us consider control. First mode, data transfer mode, that is control. It transfers the exchange configuration, setup and command information between device and the host. Host can also send commands or query parameters with control packets. Okay, ഇപ്പോൾ ഇവിടെ എന്താണ് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ സെറ്റപ്പ്, അതുപോലെ തന്നെ കമാൻഡ് ഇൻഫർമേഷൻ ഹോസ്റ്റും ഡിവൈസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, കമാൻഡ്സ് സെൻഡ് ചെയ്യാൻ പറ്റും, ദെൻ ക്വയറി പാരാമീറ്റേഴ്സ് അത് കൺട്രോൾ പാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഐസോക്രോണസ് ട്രാൻസ്ഫർ ഇസ് യൂസ്ഡ്, നെക്സ്റ്റ് മെത്തേഡാണ് ഐസോക്രോണസ്. Isochronous transfer is used by time critical streaming devices such as speakers and video cameras. It is time sensitive information, so within limitations it has guaranteed access to the USB bus. Data streams between the device and the host in real time, and so there will not be any error correction. അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു മോഡിൽ ടൈം ക്രിട്ടിക്കൽ ഡിവൈസസ് അതായത് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ സ്പീക്കേഴ്സ് ആൻഡ് വീഡിയോ ക്യാമറാസ് അതെല്ലാം ടൈം സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഒരു ഗ്യാരൻറ്റീഡ് ആക്സസ് ആണ് അതിന് ഉണ്ടാവുക USB ബസ്സിലേക്ക്. ദെൻ ഇത് റിയൽ ടൈമിൽ ആയിരിക്കും അധികവും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹോസ്റ്റും ഡിവൈസ് തമ്മിൽ. അതുകൊണ്ട് തന്നെ കറക്ഷൻ, അതായത് ഇപ്പോൾ എറർ ഉണ്ടെങ്കിലും അത് കറക്ഷൻ ചെയ്യാനൊന്നും ചിലപ്പം ഇതിന് ഓപ്ഷൻ ഉണ്ടാവില്ല. ദെൻ ബൾക്ക് ട്രാൻസ്ഫർ is the next method. It is used by devices like printers, scanners which receive data in one big packet. Here timely delivery is not critical. Bulk transfers are fillers claiming unused USB bandwidth when nothing more important is going on. Error correction protects these packets. Okay, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർജ് ഡേറ്റ, അതായത് അല്ലെങ്കിൽ ഒരു ബിഗ് പാക്കറ്റ് ആണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡിവൈസസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ്, അവിടെയെല്ലാം ബിഗ് പാക്കറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ഇവിടെ ഒരു ഫാക്ടർ അല്ല, ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. ആൻഡ് ബൾക്ക് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് ഫില്ലേഴ്സ്, അതായത് അൺയൂസ്ഡ് USB ബാൻഡ്വിഡ്ത്ത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് അതായത് വേറെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നില്ലെങ്കിൽ ആ ബാൻഡ്വിഡ്ത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എറർ കറക്ഷൻ ഇവിടെ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പാക്കറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ മോഡ്, ദാറ്റ് ഈസ് ഡേറ്റ ട്രാൻസ്ഫർ മോഡ് ഇസ് interrupt. Interrupt transfers is used by peripherals exchanging small amount of data that need immediate attention. It is used by devices to request the servicing from the PC or host. Devices like a mouse or keyboard comes in this category. Error checking validates the data. അപ്പോൾ ഇവിടെ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു എന്താണ് വർക്ക് അറ്റൻഷൻ വേണ്ടുന്ന ഡിവൈസസ് അല്ലെങ്കിൽ പെരിഫറൽസ് ആണിത് യൂസ് ചെയ്യുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡിവൈസസ് ടു റിക്വസ്റ്റ് സർവീസിങ്, അതായത് PC നിന്ന് സർവീസ് ആവശ്യപ്പെടുന്ന ഡിവൈസസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിവൈസസ് ലൈക്ക് ഇപ്പം മൗസ്, കീബോർഡ് ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ആൻഡ് എറർ ചെക്കിങ് ഇവിടെ പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് എ USB ഡേറ്റ ഫോർമാറ്റ്. USB data is sent in packets, least significant bit first. Okay, LSB ആണ് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. There are 4 main USB packet types: token, data, handshake and start of frame. Each packet is constructed from different field types, namely sync, PID, address, data, endpoint, CRC and EOP. Packets are then bundled into frames to create a USB message. ഇപ്പോൾ ഇവിടെ USB ഡേറ്റ ഫോമാറ്റിൽ ഫസ്റ്റ് അതായത് ഡേറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, USB ഡേറ്റ ആൻഡ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. 4 മെയിൻ പാക്കറ്റ് ടൈപ്സ് ആണ്: ടോക്കൺ, ഡേറ്റ, ഹാൻഡ്ഷേക്ക് ആൻഡ് സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം. ഇവിടെ ഡിഫറെൻറ്റ് ഫീൽഡ് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കാം.
ഇനി പാക്കറ്റ്സ് എന്ന് പറയുന്നത് ഫ്രെയിംസ് ആയിട്ടാണ് ബണ്ടൽ ചെയ്യുന്നത്. അതൊരു USB മെസ്സേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫീൽഡ്സ് എന്ന് പറയുന്നത് ഫീൽഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് USB പാക്കറ്റ്. ദീസ് ഡിസ്ക്രൈബ് ദ ഡേറ്റ അറ്റ് ഇൻഡിവിജ്വൽ ബിറ്റ് ലെവൽ. അപ്പം ഈ ഒരു ഫീൽഡ്സ് എന്ന് പറയുന്നത് ഓരോ ബ്ലോക്കായിട്ടാണ് വരിക ഈ പാക്കറ്റ്സിൻ്റെ USB പാക്കറ്റിൻ്റെ. ഫസ്റ്റ് ഫീൽഡ് ഇസ് ദ സിങ്ക് ഫീൽഡ്. Each USB packet starts with a sync field. This is basically used to synchronize the transmitter and receiver so that data can be transferred accurately. Okay, ഇവിടെ സിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയാണ്, ഒരേപോലെ അതിൻ്റെ സ്പീഡാക്കാൻ വേണ്ടി, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും, സോ ദാറ്റ് കറക്റ്റ്ലി അല്ലെങ്കിൽ ആക്യുറേറ്റ്ലി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ദ പാക്കറ്റ് ഐഡൻറ്റിഫയർ ഫീൽഡ്. ഫോളോയിങ് on directly after the sync field is the PID or the packet identifier field. It consists of 4-bit identifier and further 4 bits which are the ones complement of the identifier. അതായത് ആദ്യത്തെ 4 ബിറ്റ്സ് എന്ന് പറയുന്നത് അത് 4-bit ഐഡൻറ്റിഫയർ ആയിരിക്കും. ഇനി അതിൻ്റെ റിമൈനിങ് 4 ബിറ്റ്സ് എന്ന് പറയുന്നത് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് ഐഡൻറ്റിഫയർ. ആദ്യത്തെ 4 ബിറ്റ്സിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് 4 ബിറ്റ്സ്. ദെൻ അഡ്രസ് ഫീൽഡ്. The address field is 7 bits long. It is used with the endpoint field to address a function. Address 0 is a special case reserved for access immediately after power up and reset. അതായത് ഇവിടെ 7 ബിറ്റ്സ് ആണ് ഇതിലെ അഡ്രസ് ഫീൽഡ്. ഓക്കെ, ആൻഡ് ഒരു അഡ്രസ്സ്, അതായത് ഒരു ഫംഗ്ഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അഡ്രസ് ഫീൽഡ്. അഡ്രസ് 0 എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് ഇപ്പോൾ പവർ അപ്പും അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്രസ്സാണ് അഡ്രസ് 0. എൻഡ് പോയിൻറ്റ് ഫീൽഡ്. ദ എൻഡ് പോയിൻറ്റ് ഫീൽഡ് ഇസ് 4 ബിറ്റ്സ് ലോങ് ആൻഡ് അലൗസ് ഫോർ അഡീഷണൽ ഫ്ലെക്സിബിലിറ്റി ഇൻ അഡ്രസ്സിംഗ്. എൻഡ് പോയിൻറ്റ്സ് ആർ യൂഷ്വലി സ്പ്ലിറ്റ് ഫോർ ഡേറ്റ ഗോയിങ് ഇൻ ഓർ ഔട്ട്. End point 0 is a special case referred to as the control endpoint and every device has an end point 0. അതായത് എൻഡ് പോയിൻറ്റ് 4 ബിറ്റ്സ് ലോങ് ആണ്. അഡീഷണൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഡേറ്റ അതായത് ഇന്ന് പോകുന്നത്, അതായത് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ആ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എൻഡ് പോയിൻറ്റ് 0 എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസാണ്, കൺട്രോൾ എൻഡ് പോയിൻറ്റ്. ആൻഡ് എവറി ഡിവൈസ് ഹാസ് എ എൻഡ് പോയിൻറ്റ് 0. എല്ലാ ഡിവൈസിനും എൻഡ് പോയിൻറ്റ് 0 ഉണ്ടാവും. ഡേറ്റ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് ലെങ്ത്. ഇറ്റ് ഈസ് വിതിൻ ദ റേഞ്ച് ഓഫ് 0 to 8192 ബിറ്റ്സ് ലോങ് ആൻഡ് ഓൾവേസ് ആൻ ഇൻറ്റിഗ്രൽ നമ്പർ ഓഫ് ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ ഫീൽഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, ഫിക്സ്ഡ് ലെങ്ത് അല്ല. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 8192 ബിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് CRC ഫീൽഡ്. CRC എന്ന് പറഞ്ഞാൽ സൈക്ലിക് റിഡൻഡൻസി ചെക്കാണ്. അവിടെ അത് എറർ ചെക്കിന് വേണ്ടി 2 ഫീൽഡ്സ് ഉണ്ട്. CRC5 is 5 bits long and used with the token packet and start of frame packet. CRC16 is 16 bits long used with data packet, and these fields are used for cyclic redundancy checking, that is they are used for error detection. അപ്പോൾ എറർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. 2 ഫീൽഡ് ഉണ്ട്, 5 ബിറ്റ്സ് ലോങ്ങും അതുപോലെ 16 ബിറ്റ്സ് ലോങ്. 5 ബിറ്റ്സ് ലോങ് CRC എന്ന് പറയുന്നത് ടോക്കൺ പാക്കറ്റും സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം പാക്കറ്റിനെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. CRC16 എന്ന് പറയുന്നത് ഡേറ്റ പാക്കറ്റിനെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. EOP, that is end of packet, that is each packet is terminated with an end of packet field, that is EOP field. So these are the fields in the USB frame format.